ശ്രീ CH കുഞ്ഞമ്പു. സർ, GST നിയമം വന്നതോടുകൂടി അതിർത്തിയിൽ GST നിയമം വന്നതോടുകൂടി അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അതിർത്തി വഴി ധാരാളം അധികൃതവും അനധികൃതവുമായി ചരക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നികുതി വല്ലാണ്ട് ചോർച്ചയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നികുതി ചോർച്ച തടയുന്നതിന് എന്ത് നടപടിയാണ് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അത് ഫലപ്രദമാണ് എന്ന് പരിശോധിക്കുന്നുണ്ടോ? സാർ, ഈ നികുതി ചെക്ക് പോസ്റ്റുകൾ, പഴയ തോതിൽ ചെക്ക് പോസ്റ്റുകൾ ആളുകളും അവിടെ വണ്ടി തടഞ്ഞ് പരിശോധിക്കുന്ന അത് കുറവാണിപ്പോൾ. കാരണം അവിടെ ഈ എല്ലാ ഇ-വേ ബില്ല് വഴിയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇ-വേ ബില്ല് വഴി അറിയാം. അതുകൊണ്ട് ക്യാമറ വെച്ച് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് അതിർത്തിയിൽ നിന്നൊരു വാഹനം കടന്നു വരുമ്പോൾ തന്നെ ആ വണ്ടിയുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് എന്തോ ഉൽപ്പന്നമാണ് വരുന്നത്, എത്ര മണിക്ക് അത് ലോഡ് ചെയ്തു, എത്ര മണിക്കാണ് എവിടേക്കാണ് പോകുന്നത്, എല്ലാം അറിയാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഊർജിതപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ക്യാമറകൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഈ തട്ടിപ്പ് ഊർജിതപ്പെടുത്താനല്ല, തട്ടിപ്പിനെതിരെയുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനാണ്. അപ്പോൾ തട്ടിപ്പിനെതിരെയുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനാണ്. അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള പരിശോധന കൂടുതൽ വേണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ.